നമ്മളെ ഇവിടെ നിന്ന് ഡീസൽ അടിക്കുകയാണേ. നേരെ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കുക ഫുൾ ടാങ്ക്. നമുക്ക് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാം. അതെ അതടിക്കണം. ഓക്കെ, ഫുൾ ടാങ്ക് അടിച്ചു. 3800 രൂപയ്ക്ക് അടിച്ചു. 39 ലിറ്റർ, 39.90 ഡീസൽ ഫുള്ളായി. ഇനി ഇവിടെ നമുക്ക് കിലോമീറ്റർ എഴുതി വെച്ചിട്ട് അടുത്ത് ഫില്ലാക്കിയിട്ട് മൈലേജ് ചെക്ക് ചെയ്യുക എത്ര ഉണ്ടെന്ന്. ഇതുവരെ നമ്മൾ ഇതിനകത്ത് നോക്കിയില്ല മൈലേജ്, അല്ലാതെ നോക്കിയില്ലല്ലോ. നോക്കാം. ആദ്യം ഡീസൽ അടിച്ചു. അവിടെ നിന്ന് നമ്മൾ എറണാകുളം വന്നു, കുറേ കറങ്ങി, AC ഇട്ട് കുറേ നേരം നമ്മൾ വണ്ടി ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള മൈലേജ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഫുൾ ടാങ്ക് ആക്കുമെന്ന്. ഫുള്ളായി. അപ്പോൾ 2250 23.81. ആദ്യം നമ്മൾ ഫുള്ളാക്കിയത് 39 അതിനുശേഷം നമ്മൾ ഓടി കുറേ കറങ്ങി, എറണാകുളം എല്ലാം കറങ്ങി. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഫുള്ളാക്കുന്നത്. ആദ്യത്തെ നമ്മുടെ കിലോമീറ്റർ വരുന്നത് 4889 4889. അതിനകത്തും നമ്മൾ ഇപ്പോൾ ഓടിയ കിലോമീറ്റർ 5123 കിലോമീറ്റർ. ടോട്ടല് 234 കിലോമീറ്റർ നമ്മൾ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടിച്ച ഡീസൽ ലിറ്റർ എന്ന് പറഞ്ഞാൽ 23.81. അപ്പോൾ നമ്മൾ ഭാഗം 23.81 നമുക്ക് കിട്ടുന്ന മൈലേജ് 9 സംതിങ്. അപ്പം ഒന്നുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മൈലേജ് കിട്ടുമെന്ന് കൂട്ടിക്കൂ, അത്രയേ ഉള്ളൂ. എന്തായാലും 9 സംതിങ് ആണ് താർ റോക്സിന് ഇപ്പം കിട്ടുന്ന മൈലേജ്. ഇനി സർവീസ് കഴിയുമ്പോൾ കൂടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ AC ഇടാതെ മൈലേജ് ചെക്ക് ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മളതും ചെയ്യും. ഏതായാലും നമ്മൾ ഓൾ കേരള ട്രിപ്പ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മൈലേജ് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡീസൽ അടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇൻഫർമേഷൻ നമ്മൾ തരികയും ചെയ്യും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഓഫ് നൗഷാദ്.